ഹീറ്റായിട്ടോ ഒന്നും അറിയില്ല. ഒരു ചെറിയൊരു കാട് വീട്, കാടിൻ്റെ ചുരത്തിൻ്റെ നടുവിന് ഹീറ്റായി നിന്നു കേട്ടോ. സമയം 5:14. നമ്മളെ KSRTC സ്റ്റാൻഡിൽ ഇരുന്നപ്പോൾ എന്തായി, കൊതുക് കടിച്ച് ആകെ എന്താ പറയുക, മേല് മൊത്തം സ്ക്രാച്ചായി. പിന്നെ ഒന്ന് നോക്കില്ല, അവിടെ നീച്ച് പോകുന്നു. ഇവിടെ വന്ന് ഒന്ന് ഫ്രഷ് ആണോ എന്താണ് അൻഫാസ് ഡ്രസ് പറയാൻ കയറുകയാണ്. എന്തായാലും അപ്പോൾ ഇന്ന് രാത്രി ഉറക്കൊന്നും ശരിയല്ല കേട്ടോ. ആരും പറയാം, ഞാൻ ആദിയോഗിയിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകാൻ കരുതുന്നത്. കാരണം കോയമ്പത്തൂർ വന്നതല്ലേ, അപ്പം ഇനി അതും കാണാതെ പോയാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ ആദിയോഗി പോയി തിരിച്ച് നമ്മൾ മാർക്കറ്റിലോട്ട് വരും. എന്നിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി മെല്ലെ ഉള്ളൂ ഊട്ടിലോട്ടുള്ള എന്ന് വെച്ചാൽ ആ റൂട്ടിലോട്ട് നമ്മൾ പോവുള്ളൂ. അപ്പോൾ വേണ്ട അൻഫാസിൻ്റെ വേണ്ട ഇരിക്കണ്ടോ, ഉറക്കൊന്നും ശരിയല്ല. പിന്നെ കൊതുകിന്റെ കാര്യം പറയാലോ, ഭയങ്കര കൊതുകാണ്, ഒരു രക്ഷയില്ലാത്ത കൊതുക് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം. കൊതുക് പിന്നാലെ കൂടി കടിക്കണം. പിന്നെ രാത്രി നമ്മൾ കുറച്ച് ചാർജ് ചെയ്യാട്ടതാണ്. ഓക്കെ, എത്രത്തോളം ചാർജ് ആയിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ കോയമ്പത്തൂരിന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ എനിക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ അൻഫാസിനും വിശക്കാൻ തുടങ്ങി പറഞ്ഞപ്പോൾ നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി കയറ്റി പാർക്ക് ചെയ്തു. എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നഗ്ന സത്യം മനസ്സിലാക്കിയത്. നമ്മുടെ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് 2 പാത്രമാണ് കൊണ്ടുവന്നത്. ഒന്ന് ചായ പാത്രവും പിന്നെ മാഗി ഉണ്ടാക്കാനുള്ള പാത്രം. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ കരുതിയ ഡിഷ് ആവട്ടെ മുട്ടയും. അപ്പൊ എന്താ, മുട്ട എണ്ണ ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റില്ലെന്നല്ലേ. സ്റ്റീൽ പാത്രത്തിൽ മുട്ട എണ്ണ ഒഴിച്ചുണ്ടാക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. അതെനിക്ക് ഇന്നാണ് മനസ്സിലായത് ഗൈസ്. ചായ നമ്മൾ സക്സസ്ഫുൾ ആയി ഉണ്ടാക്കിയാലും പാനിൽ നമ്മൾ സെറാമിക് കോട്ടിങ്ങോ സാധാ കോട്ടിങ്ങോ ഇല്ലാത്തതുകൊണ്ട് തന്നെ എണ്ണ എത്ര ഒഴിച്ചിട്ടും മതിയാവാതെ വരുന്നു. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കരിയും, ലോ ഫ്ലെയിമിൽ ഇട്ടാലും കരിയും. അവസാനം വിട്ടുകൊടുക്കാതെ അൻഫാസ് മുട്ട ഉണ്ടാക്കി. അവസാനം നമ്മൾ മുട്ടയ്ക്ക് ഒപ്പം കൂട്ടി കഴിക്കാനുള്ള ബ്രെഡ് ഉണ്ടായിരുന്നു. ആ ബ്രെഡ് മാത്രമാണ് കഴിച്ചത്. എന്നാൽ നമുക്ക് ചായയും ബ്രെഡും കഴിക്കാതിരുന്നപ്പോഴാണ് വേറൊരു കാര്യമാണ് ഓർമ്മ വന്നത്. മുട്ടയുടെ മൽപ്പിടത്തിൻ്റെ ഇടയിൽ ചൂടാറാൻ വേണ്ടി ചായ വെച്ചിരുന്നു. ആ ചായ ഇപ്പോൾ പച്ചളം മതിയായിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതിലൂടെ നമുക്ക് 2 കാര്യം മനസ്സിലായത്. നമ്മൾ ഒരു ഫ്ലാസ്ക് വാങ്ങാം, പിന്നെ കുക്ക് ചെയ്യാൻ പറ്റിയൊരു പാനും വാങ്ങാം. ഇങ്ങനെ ഓരോരോ എക്സ്പെരിമെന്റിലൂടെ അല്ലേ ഗൈസ് നമ്മൾ പുതിയ നോളജ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ആദിയോഗിന്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. ഈ ഒരു ഫ്രെയിം അടിപൊളി ഫ്രെയിമാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മൂടാട്ടോ. ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യണേ. നമ്മളെപ്പോൾ ഈ ഒരു വ്യൂ കണ്ടാലും നമുക്ക് മടുക്കില്ല. കാരണം ഇവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ ഒരു അടുത്ത കാറ്റാണ്. എന്താ പറയുക, അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ എടുത്തെത്തിട്ടോ. അവിടെ പൂജയും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ നടുവിൽ അതെ എങ്ങനെയുണ്ട് ആദ്യമൊക്കെ ഉണ്ട്. സെറ്റാണ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് അല്ല ആദ്യമായിട്ട് ഇരുന്ന് എങ്ങനെയുണ്ട് ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ട്? അടിപൊളി, നല്ലൊരു ഫ്രെയിം. എങ്ങനെയുണ്ട് മൂഡ് എന്തായിരുന്നു പറയും? എന്തായാലും അതെ ആദ്യോഗിന്ന് വിട്ടു. മീൻസ് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വിടാട്ടോ. ഇവിടുന്ന് വിട്ട് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അടുത്തൊരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ പേര് കറക്റ്റ് അറിയില്ല, ഞാൻ കറക്റ്റ് അറിയുമ്പോൾ പറയാം. അവിടെ കുറച്ച് ഏരിയ ഉണ്ട്, കുറച്ചൊരു മ്യൂസിയം സെറ്റപ്പൊക്കെ ഉള്ള. അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം. അവിടെ നിന്ന് പോയി ഒന്ന് കിടന്നുറങ്ങുന്നതാണ്. അതാണ് പ്ലാനിങ്ങിലുള്ളത്. നടക്കുമോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വ്ലോഗ് ഇടാൻ പറ്റില്ല, ഫോണൊക്കെ അവിടെ നിന്ന് വാങ്ങി വയ്ക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയി കിടന്നിറങ്ങിയ ശേഷം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു 2 മണിക്കൂറോളം അവിടെ സ്പെൻഡും ചെയ്തു. ഒരു 1.5 മണിക്കൂറോളം നമ്മൾ കടന്നുറങ്ങുകയും ചെയ്തു കേട്ടോ. അല്ലാണ്ട് അൻഫാസൊക്കെ ഉറങ്ങി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ക്ഷീണം അങ്ങോട്ട് മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് വണ്ടീൻ്റെ അടുത്ത് പോവാണ്. അവിടുന്ന് നേരെ കോയമ്പത്തൂരോട്ട് തന്നെ പോവാണ്. ഇന്ന് നമ്മൾ നൈറ്റ് ആകുമ്പോഴത്തേക്കും മേട്ടുപ്പാളയം റീച്ച് ആവണം എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, മേട്ടുപ്പാളയം എത്തും അറിയില്ല, കാരണം കോയമ്പത്തൂർ പോയി ചാർജ് ചെയ്ത് നമ്മളൊന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങണം എന്ന് കരുതുന്നുണ്ട്. നടക്കും അറിയില്ല. എന്തായാലും ആദിയോഗി പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്ട്രക്ചർ മാത്രമല്ല സത്യം പറഞ്ഞാൽ ഈ ആദിയോഗിയുള്ള ഒരു എന്താ പറയുക മെയിനായിട്ടുള്ള സംഭവം അല്ല അൻഫാസേ? അണക്കെന്ന് തോന്നുന്നു ആ ബാക്കത്തെ മീൻസ്
ആ ഒരു ബാക്കത്തെ ആ ഒരു റസ്റ്റിംഗ് ഏരിയ അല്ലേ, ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ, അതാണോ ഈ ഒരു സ്ട്രെച്ചാണോ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കേണ്ടത്? നമ്മള് ക്യാമറയിൽ പകർത്താൻ പറ്റാത്ത ഏരിയ അല്ലേ? ഏരിയ. അറിയാൻ പറ്റില്ല. അതൊരു മീൻസ് ഇവിടെ നിങ്ങൾക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടും, പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു മെന്റലി ആൻഡ് ബോഡി പീസ് കിട്ടും, സത്യം പറയാം. അപ്പോൾ ഉച്ചത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്നാക്കാം കേട്ടോ, കാരണം നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മൾ ഇനി ഊട്ടി സൈഡൊക്കെയാണെങ്കിൽ ഉച്ചത്തെ ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഒരു ഐഡിയ ഇല്ല, വന്നിട്ട് ഞാൻ പറയാം. നമ്മുടെ ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോൾ ഇതാണ് വന്നാക്കാം. ഞാൻ ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇതിന് കരുതിയ മാതിരി അത്ര ഇതായിട്ടില്ല, സാധനം കൊള്ളാം. കറി കൊള്ളാം, കറി നൈസായി. സെറ്റപ്പ്. 100 രൂപയ്ക്ക് ഓക്കെ. നമ്മൾ വീണ്ടും വേണ്ട ഇന്നലെ കുത്തിച്ച സെയിം പ്ലേസ് തന്നെ വന്നു കേട്ടോ. നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ഏരിയയുള്ള ഒരു പ്ലേസ് പോയി, പക്ഷെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുത്തിവെക്കാൻ പറ്റില്ല. അവിടെ നല്ല റഷാണ്, കുത്തിവെക്കാൻ ഒരു സ്പേസും ഇല്ല. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, ഇങ്ങോട്ടന്നെ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ജാക്ക് ഫ്രീ ആണ്, അപ്പോൾ പിന്നെ അവിടെ കുത്തിയിട്ടു. നമ്മളെ ഷോറൂമിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടേ വെച്ചപ്പോൾ അത് ഇരിക്കാൻ സമ്മതിച്ചു. അപ്പോൾ നമ്മളിവിടെ കയറിയിരുന്നു കേട്ടോ. അതിന് ഭയങ്കര ടയർഡാണ്, പറഞ്ഞിട്ട് അല്ല. നല്ല പൊടിയാണ് ഇവിടെ, എന്താ പറയുക, റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ് ഇവിടെ. സമയം നോക്കി. ഇവിടുന്നാണ് നമ്മൾ ശരിക്കും അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നുണ്ടോ. വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കണത് പറഞ്ഞാലേ മേട്ടുപ്പാളത്തിലാണ് നിൽക്കണത്. ഇനി നമുക്ക് പോകേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾ ഈ മാപ്പ് കണ്ടോ, ഇതിൽ ഇവിടെ ഒരു സ്ഥലം കണ്ടോ, ഈ കോണൂർ എന്ന സ്ഥലം കണ്ടേ, ഈ ഒരു ഏരിയയിലോട്ടാണ് നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത്. അവിടെ നമുക്ക് ഒരു ഓലയുടെ ഷോറൂം ഉണ്ട് പറഞ്ഞിട്ടു. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്. പിന്നെ നമ്മൾ നേരെ എങ്ങോട്ട് വിടും, ഊട്ടിയിലൂടെ ഡയറക്റ്റ് പിടിക്കാം. നമുക്ക് ഞാൻ 50 കിലോമീറ്ററൊക്കെ ഉള്ളൂ. കണ്ടോ, 53 കിലോമീറ്ററുള്ളൂ നമുക്ക് ഊട്ടിക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ടാർഗറ്റിന്റെ അടുത്ത് എത്താറായിട്ടോ ഗൈസ്. നമുക്ക് ഇതുവരെ കിട്ടിയൊക്കെ സെറ്റാണ്. ഇനിയുള്ളതാണ് ഏറ്റവും ടാസ്ക് ചെയ്യുന്നത് ഗൈസ്. ഇപ്പോൾ സമയം നോക്കി 9:35. വണ്ടി ഫുൾ ചാർജ് ആക്കി വെച്ചിട്ടുണ്ടോ. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള അഡ്വഞ്ചർ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി കോരനൂർ പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമുക്കൊരു 39 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെയാണ് നമ്മളെ അടുത്തൊരു ഓലയുടെ ഷോറൂം കാണുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഇനി ചുരമാണെങ്കിലും നമ്മൾ എങ്ങനെയും ഒരു 39 കിലോമീറ്റർ എങ്ങനെയും കവർ ചെയ്യും. പക്ഷേ അവിടെ പോയിട്ട് വലിയൊരു ടിസ്റ്റാണ്, ഈ കോർണർ ഒരു ഓലയുടെ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കല്ലാതെ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ സാധനമുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് കമൻസോ ഒരു നമുക്കൊരു സോഴ്സും ഇല്ല അവിടെ ഉണ്ട്. നമ്മൾ പോയി നോക്കുന്നേ വേണം, കിട്ടുമല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹീറ്റായിട്ടോ ഒന്നും അറിയില്ല. ചെറിയൊരു വീട് കാടിൻ്റെ ചുരത്തിൻ്റെ നടുവിന് ഹീറ്റായി നിന്നു കേട്ടോ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ വണ്ടി നിർത്തി കുറച്ച് ഹീറ്റ് ഡൗൺ ആയിട്ട് കയറുള്ളൂ ഞാൻ. എയർ പിന്നെ 9 തണുപ്പ് രക്ഷയില്ലട കാഴ്ച. അപ്പം പുകയൊന്നും വരുന്നില്ല, നമുക്കൊന്നുകൂടി മേലക്കറിയല്ലേ തണുപ്പ് വരുള്ളൂ. ഗൈസ് നമ്മൾ ലൊക്കേഷൻ തപ്പി എന്നാണ്ട് നമ്മളിവിടെ എത്തിട്ടോ. ഉണ്ടോ നിൽക്കാൻ കേട്ടോ. അപ്പോൾ സംഭവം ശരിയാണ്, ഒരാളുടെ ഷോറൂം കൂടെ ഉണ്ട്. ഞാൻ കരുതിയത് കാണില്ല എന്നൊരു 80% ഷുവറായിരുന്നു എനിക്ക്, പക്ഷേ ഇവിടെ ഉണ്ട്, എന്തോ ഒരു ഭാഗത്തിനുണ്ട്. അപ്പം ഇനി പേടിക്കണ്ട, കാരണം ഇനി നമുക്ക് നാളെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കിയാൽ മതി. എന്താ മൂടി കണ്ടിട്ട്
പക്ഷേ എങ്ങനെയുണ്ട് സാധനമുണ്ട് കഴിച്ചല്ലേ? എന്തോ മീന് കാണാം. സാധനം എത്തിയപ്പോഴാട്ടോ വിശപ്പന്നെ അറിയാം. ചായ ഉണ്ട് ആയിക്കൊണ്ട് കേട്ടോ. വെള്ളം തീർന്നു. അപ്പോൾ വെള്ളം തപ്പി നടന്നപ്പോൾ ഒരു പോലീസുകാരൻ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയെടുത്തു. ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലേ ഉള്ളൂ, ഇനി വെള്ളം ഉണ്ടാവും, ഇവിടെ വേറെ എവിടെയും വെള്ളം നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷേ സ്ലോ കേട്ടോ, ഇത്തിരി വെള്ളത്തിന് വേണ്ടി ഇത്ര നടക്കേണ്ട അവസ്ഥ. കമോൺ, അവിടെ വെള്ളത്തിൻ്റെ ATM ഒക്കെ ഉണ്ട്, പക്ഷെ വർക്കിംഗ് അല്ല. പക്ഷേ എന്ത് ഷോക്കാരെ. ഐസ് നോക്കി, ഐസ് വ്യൂ കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു റൂം കിട്ടി, ബിൽഡിങ് കിട്ടി. ഉണ്ട് ഫസ്റ്റ് ഇനി ഇന്ന് ഇവിടെ കിടക്കാമെന്ന് കരുതി. ഇപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കിടക്കാം. നാളെ മോർണിംഗ് എഴുന്നേറ്റ് വണ്ടി ചാർജ് ചെയ്യണം. എന്തൊക്കെ അല്ലേ.